സിനി ഫയൽസ്. ഗോവിൻ വിഷ്ണു ഡയറക്ട് ചെയ്ത ധാവിദ്. ഗോവിൻ വിഷ്ണു ദീപു രാജീവനും ചേർന്നിട്ടാണ് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. സ്ക്രിപ്റ്റിൽ കുറേ അധികം പ്രശ്നങ്ങൾ തോന്നിയ വർക്കാണ്. ഞാൻ പറയാം. ആദ്യം സിനിമയെ പറ്റിയുള്ള സിമ്പിൾ ആയിട്ടുള്ള അഭിപ്രായം പറയാം. നമ്മളിലെ ചില ആൾക്കാരുണ്ടായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും, അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും. പക്ഷെ ചില സമയങ്ങളിൽ ഇവരുണ്ടാക്കുന്ന ഫുഡിൽ ചേർക്കുന്ന ചേരുവകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ആ ഫുഡ് അങ്ങ് അലമ്പായി പോകും. ഇവരുണ്ടാക്കുന്നത് ഫുഡായിരിക്കും, ഇവരുണ്ടാക്കുന്ന ഫുഡിന്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ആ ടേസ്റ്റ് നമുക്ക് ആസ്വദിക്കാൻ പറ്റണമെന്നില്ല. ഏതാണ്ട് അതേ അവസ്ഥയാണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. വളരെ അടിപൊളിയായിട്ട് വളരെ വളരെ ഗംഭീരമായിട്ട് സിനിമ എടുക്കാൻ അറിയുന്ന ഒരു ഡയറക്ടർ, ആ ഡയറക്ടർ ടെക്നിക്കലി അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു വെച്ചു. ആർട്ടിസ്റ്റിനെ കൊണ്ടൊക്കെ നന്നായിട്ട് അഭിനയിപ്പിച്ചെടുത്തു കൊണ്ടുവന്നു. പക്ഷെ ഫൈനലി ഈ സാധനം വന്ന് നോക്കുമ്പോൾ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് മൊത്തത്തിൽ പ്രശ്നം. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് സിനിമ കണ്ടപ്പോൾ. തുടക്കമൊക്കെ വളരെ മനോഹരമായി തുടങ്ങി വെച്ചിട്ട് പിന്നെ ഇന്റർവെൽ പഞ്ചോട് കൂടി കൈവിട്ടു പോയൊരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം സിനിമ തുടങ്ങിക്കഴിഞ്ഞ് ആദ്യത്തെ കുറച്ച് സമയം ഗോലിയാത്തിന്റെ കഥയിൽ നിന്നൊക്കെയാണ് തുടങ്ങുന്നത്. അപ്പൊ ഗോലിയാത്തിന്റെ കഥ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ഒറ്റക്കല്ല് വെച്ചിട്ട് ഗോലിയാത്തിനെ ദാവീദ് വീഴ്ത്തിയ കഥയൊക്കെ. ആ കഥയൊക്കെ പറഞ്ഞു തുടങ്ങി അവിടെ നിന്ന് അങ്ങോട്ട് ഒരു സീനുണ്ട്. സീനിൽ കുട്ടി പുസ്തകത്തിൽ നോക്കുന്നു. ആ പുസ്തകത്തില് ഈ ഒരു ഗോലിയാത്തിന്റെ സംഭവം ചിത്രമായിട്ട് കാണുന്നു. ആ ചിത്രത്തിൽ നിന്നാണ് ഒരു ട്രാൻസിഷൻ സംഭവിച്ചിട്ട് ഗോലിയാത്തിന്റെ രൂപത്തിൽ നമ്മുടെ പെപ്പെ വരുവാണ്. അപ്പം ആ ട്രാൻസിഷൻ കാര്യങ്ങളും റിയാലിറ്റിയിലേക്ക് വരുന്ന സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ച സംഭവം കണ്ടാലേ അറിയാം ഡയറക്ടറിന് നന്നായിട്ട് പണി അറിയാം, വൃത്തിക്ക് പണി ചെയ്യാൻ അറിയാം ടെക്നിക്കലി. അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനെ കൊണ്ടൊക്കെ നല്ല രീതിക്ക് പണി എടുപ്പിക്കാൻ അറിയുന്ന ഡയറക്ടറാണ്. ഇതൊക്കെ ഓക്കെയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പോയി വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. പ്രസന്റിൽ നമ്മുടെ നായകനായിട്ടുള്ള പെപ്പെ ചെയ്യുന്ന ക്യാരക്ടർ ആഷിഖ് അബു എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് വരുന്നു. കുഴിമടിയനായ ആഷിഖ് അബു അങ്ങനെ പോകുന്നു. അപ്പൊ അതൊക്കെ ഓക്കെയാണ്, അതെല്ലാം കാണിക്കുന്നു. അതിന്റെ ഇടയിൽ തന്നെ നമ്മുടെ വില്ലന്റെ സംഭവങ്ങൾ കാണിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു ഇന്റർനാഷണൽ ടച്ച് ഒക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ കണ്ടൊരു വാവ് എന്നൊക്കെ ഇതിൽ നിൽക്കുന്ന സമയത്താണ് സിനിമ അങ്ങനെ പോയിട്ട് ഇന്റർവെൽ ബ്ലോക്കിൽ എത്തുന്നത്. അതോടുകൂടി സംഭവം കൈവിട്ടു. നമ്മളൊരു സിനിമയില് ഇത്ര വരെ കണ്ട സാധനമല്ല, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കാണിക്കുന്നത് കണ്ട് മടുത്തൊരു സാധനമാണ്. പിന്നെ ഇന്റർവെൽ ബ്ലോക്ക് എന്ന് പറയുന്ന സംഭവത്തിൽ പോലും പെപ്പെ ചെയ്യുന്ന ക്യാരക്ടർ പുള്ളി ഭാര്യയോടാണ് ഇദ്ദേഹത്തിന്റെ പാസ്റ്റിനെ കുറിച്ച് പറയുന്നത്. ഭാര്യയ്ക്ക് അറിയാത്തൊരു പാസ്റ്റാണ്. ആ പാസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഭാര്യ ഞെട്ടുന്ന കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി ഞെട്ടാൻ മാത്രമുള്ള ഒന്നും അതിലില്ല. രണ്ടാമത്തെ കാര്യം, ഇത്രയും കാലം ഭാര്യയോട്, അതും ഇയാളെ ചെലവിന് കൊടുത്ത് കുഴിമടിയനായ ഭർത്താവിനെ പൊന്നുപോലെ നോക്കുന്ന ഒരു ഭാര്യ, ആ ഭാര്യയോട് മറച്ചു വെക്കാൻ പോകുന്ന അത്രയും വലിയ രഹസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ പാസ്റ്റിൽ ഇല്ല. അല്ലെങ്കിൽ ഇത്രയും പേടിപ്പിക്കുന്ന എന്തോ ഭയങ്കര സംഭവം പോലെ പറയുന്നത് അങ്ങനെ ഒന്നും ആ പാസ്റ്റിൽ വരുന്നില്ല. പിന്നെ എന്തിനാണ് ഈ വൈഫിനോട് ഇതൊക്കെ മറച്ചു വെച്ചെന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ പ്രേക്ഷകർ കൺവിൻസ് ചെയ്യിപ്പിക്കാനാണല്ലോ ഈ ഭാര്യയോടൊക്കെ പറഞ്ഞ് ഈ കഥയും കാര്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്കാണല്ലോ എത്തിക്കുന്നത്. പക്ഷെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന സമയത്ത് പോലും വളരെ നാടകീയമായി ഡയലോഗായിട്ട് ഫീൽ ചെയ്തു. ഭാര്യയുടെ ആ ഞെട്ടലാണെങ്കിലും ഡയലോഗ് ആണെങ്കിലും പെപ്പയുടെ ആ ക്യാരക്ടർ ചെയ്യുന്ന ആ വിവരണം കാര്യങ്ങളാണെങ്കിലും ഒക്കെ അതിനാടകീയമായ സംഭവങ്ങളായിട്ട് തോന്നി. നമുക്ക് ഒട്ടും ഡൈജസ്റ്റീവ് ആയിട്ടുള്ള സാധനമല്ല അതൊന്നും. സോ എനിക്ക് ആ സംഭവം ഒന്നും എനിക്ക് വർക്കായിട്ടില്ല. പിന്നെ ഇതിനകത്ത് ലിച്ചി ഉണ്ടായിരുന്നു. ലിച്ചി തുടക്കത്തിൽ വരുന്ന സാധനമുണ്ട്. എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നിയ സീനോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനൊക്കെയാണ് അത്. അതായത് മലയാള സിനിമയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവരായിട്ട് തന്നെ വന്നു നിന്ന സിനിമകളുണ്ട്. ഇപ്പൊ നമ്മുടെ നമ്പർ 20 മദ്രാസ് മെയിൽ മൂവിക്കകത്ത് മമ്മൂക്കയായിട്ട് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജഗദീഷായിട്ട് തന്നെയാണ് രേഖാചിത്രം മൂവിയിൽ വന്നിട്ടുള്ളത്, അഴകിയ രാവണൻ മൂവിയിൽ വന്നിട്ടുള്ളത്. അപ്പൊ അവർക്കൊക്കെ അവിടെ ഒരു വ്യക്തിത്വം ഉണ്ട്. ഇതിൽ ലിച്ചിയായിട്ട് തന്നെയാണ് സിനിമയിൽ വരുന്നെങ്കിൽ കൂടി ഭയങ്കര ബോറായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നത് പോലെയൊക്കെ തോന്നുന്നത്. ലിച്ചിയുടെ ശരിക്കുള്ള ക്യാരക്ടർ ഇങ്ങനെയാണോ, ഫ്ലേർട്ടിംഗ് ആണോ, അല്ലെങ്കിൽ ഇത്രയും ഓവറാക്കി വെറുപ്പിക്കുന്ന ക്യാരക്ടറാണോ, എനിക്ക് അറിഞ്ഞൂടാ. വളരെ മോശമായിട്ട് ലിച്ചിയുടെ ക്യാരക്ടർ ലിച്ചിയായിട്ട് വരുന്നുവെങ്കിൽ അത് അത്രയും പെർഫെക്റ്റ് ആക്കാൻ ലിച്ചി എങ്ങനെയാണോ അതുപോലെ ആക്കാൻ നോക്കുക. അല്ലാണ്ട് വളരെ ഓവറാക്കി ചെയ്ത് ഒരു ഫ്ലേർട്ട് ചെയ്യുന്ന ലേഡിയെ പോലെയൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ, എനിക്ക് തോന്നിയില്ല. എനിക്ക് ഫ്ലേർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് തോന്നിയത്. അപ്പൊ ലിച്ചിയുടെ വ്യക്തിത്വത്തെ പോലും ബാധിക്കാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു എന്ന് തോന്നിപ്പോയി. അപ്പൊ ഈ സിനിമയുടെ ബാക്കി കാര്യത്തിലേക്ക് വരാം. അങ്ങനെ ഇന്റർവെൽ ബ്ലോക്കിലേക്ക് എത്തുന്നു. അത് കഴിഞ്ഞ് പിന്നീട് അങ്ങ് പോയിട്ട് സിനിമ എല്ലാ പതിവ് സ്പോർട്സ് മൂവിയെയും പോലെ തന്നെ ഒരു മാറ്റമില്ലാത്ത സംഭവങ്ങളിലേക്കാണ് എത്തുന്നത്. ഒന്നും സംഭവിക്കില്ല, നമുക്കറിയാം. സിനിമ എന്തായാലും എങ്ങനെയൊക്കെ നായകന്റെ പക്ഷത്ത് നിന്ന് അവസാനിക്കും എന്നൊക്കെ അറിയാം. അതും 45 ഡേയ്സിനുള്ളിൽ നായകന് ഒരു മത്സരത്തിൽ പങ്കെടുക്കേണ്ട അവസ്ഥ വരികയാണ്. ഈ 45 ഡേയ്സ് കൊണ്ട് ഇയാൾക്ക് എഫേർട്ട് എടുത്ത് അതിൽ വിൻ ചെയ്യണം. ആകെ 45 ദിവസമുള്ളൂ. ഈ 45 ദിവസം ഇയാൾ എടുക്കുന്ന എഫേർട്ടൊന്നും നമുക്ക് ഒട്ടും ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല. അതായത് ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, നായകന് 45 ദിവസം കൊണ്ട് ബോക്സിംഗ് മത്സരത്തിൽ റിങ്ങിൽ കയറണം, ഇതൊക്കെ കാണിക്കുന്നെങ്കിലും നമുക്ക് ഫീൽ ചെയ്യണം ഇയാൾ എഫേർട്ട് എടുക്കുന്നു എന്നുള്ള ഫീൽ ചെയ്യിക്കാൻ പറ്റണം. ആ സംഭവങ്ങളൊക്കെ സ്ക്രിപ്റ്റിൽ പല പ്രശ്നങ്ങൾ വരുന്നത് കാരണം അതൊന്നും ഓക്കെ ആവുന്നില്ല. വിജയരാഘവന്റെ ക്യാരക്ടർ
എത്ര സിനിമകളിൽ എത്രയോ ക്യാരക്ടറുകൾ ആരൊക്കെയോ ചെയ്തു പോയ സംഭവം തന്നെയാണ്, വേറെ മാറ്റങ്ങളൊന്നും വരുന്നില്ല. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് ആ സെക്കൻഡ് ഹാഫ് മൊത്തത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഫൂളിഷ്നെസ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഫൈനലി നമ്മുടെ നായകൻ 45 ദിവസങ്ങൾക്ക് ശേഷം റിങ്ങിൽ കയറുന്ന സംഭവം കാണിക്കുമ്പോൾ എനിക്ക് മേലനങ്ങാത്തൊരു മനുഷ്യൻ റിങ്ങിൽ കയറുന്നത് പോലെ തോന്നിയത്. പിന്നെ സിനിമയുടെ തുടക്കം തൊട്ടേ കാണിക്കുന്ന കാര്യമുണ്ട്, നായകൻ ഭയങ്കര കുഴിമടിയനാണ്, ഭാര്യയുടെ ചെലവിൽ ജീവിക്കുന്ന, ഒരു പണിക്കും പോവാണ്ട് മടി പിടിച്ച് കിടക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം നായകന്റെ പാസ്റ്റ് അനുസരിച്ച് ഇയാൾ ഭയങ്കര സ്പോർട്സ്മാനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അങ്ങനെ സ്പോർട്സ്മാൻ ആയിട്ടുള്ള ഒരു മനുഷ്യന് സ്പോർട്സിൽ നിന്ന് വിട്ടുമാറിക്കഴിഞ്ഞാലും കുഴിമടിയനാവാനുള്ള ചാൻസ് ഒന്നും കാണുന്നില്ല. ഒരു പണിക്കും പോവാണ്ട് ഭാര്യയുടെ ചെലവിൽ തിന്നും ഉറങ്ങി ജീവിക്കുന്ന കുഴിമടിയനൊന്നും ആവാനൊരു സ്പോർട്സ്മാൻ അത്ര ഈസി ആയിട്ട് പറ്റില്ല. അതൊക്കെ ഒട്ടും ഓക്കെയല്ല. എന്താണ് നായകന്റെ ലൈഫിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ നായകൻ ആരാണുള്ളത്, അച്ഛനുണ്ടോ അമ്മയുണ്ടോ, ലവ് മാരേജ് ആണോ ഇവരുടെ, അതിനൊന്നും ഉത്തരങ്ങളില്ല. എല്ലാം സ്പൂൺ ഫീഡ് ചെയ്യണം എന്നല്ല, പക്ഷെ പ്രേക്ഷകർക്ക് അതിനുള്ള ഓരോരോ ഹിന്റുകൾ കൊടുക്കണം. അത് നിർബന്ധമാണ് സിനിമയ്ക്കകത്ത്, ഒരു അലിഖിത നിയമം പോലെയാണ്. കാരണം എന്നാലല്ലേ സിനിമ കാര്യങ്ങളൊക്കെ പ്രേക്ഷകരായിട്ട് കണക്ട് ചെയ്യാനും അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് പിടികിട്ടുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇതിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. സോ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും സ്ക്രിപ്റ്റ് ഭയങ്കര പാളിച്ചായിട്ട് കിടക്കുകയാണ്. പിന്നെ സിനിമയുടെ ക്ലൈമാക്സിൽ വിനീത് തട്ടിലൊക്കെ ചെയ്യുന്ന ക്യാരക്ടറൊക്കെ ഭയങ്കര വൈകാരികപരമായിട്ട് കണ്ണൊക്കെ നിറഞ്ഞ് കാണിക്കുന്നുണ്ട്. നമുക്കത് കാണുമ്പോൾ അയ്യേന്ന് തോന്നും. കാരണം അത്രയ്ക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒരു കണക്ഷൻ ഒന്നും ഉണ്ടാവാൻ മാത്രമുള്ള ഒന്നും സിനിമയ്ക്കകത്ത് ഈ കഥാപാത്രങ്ങൾ തമ്മിൽ കാണിക്കുന്നില്ല. അപ്പൊ പിന്നെ ഇവരുടെ ഇത്തരം വൈകാരികത കാണുമ്പോഴും നമുക്കൊന്നും തോന്നില്ല. പിന്നെ അജു വർഗീസിന്റെ ഒരു ക്യാരക്ടർ ഒക്കെ ഉണ്ട് സിനിമയുടെ ക്ലൈമാക്സിൽ, ഭയങ്കര പഞ്ച് ഡയലോഗൊക്കെ അടിക്കാൻ നോക്കുന്നുണ്ട്, ഫൈറ്റ് ഈസ് ടു പേഴ്സണൽ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്ക് അയ്യെന്നാണ് തോന്നുന്നത്. കാരണം ഇതൊക്കെ ഏൽക്കണമെന്നുണ്ടെങ്കിൽ സിനിമയുടെ സ്ക്രിപ്റ്റ് തുടക്കം മുതൽ അവസാനം വരേക്കും ഓക്കെ വന്നാൽ മാത്രമേ ഇതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഇതൊക്കെ ഏൽക്കുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും എത്താത്തത് കാരണം ഇതൊന്നും ഏൽക്കില്ല. അതിൽ ഏത് ക്യാരക്ടർ എന്ത് ചെയ്താലും ഏൽക്കില്ല. പിന്നെ സിനിമയ്ക്കകത്ത് സ്ക്രിപ്റ്റ് ഇങ്ങനെയൊക്കെ പ്രശ്നമാണെങ്കിലും പെപ്പയുടെ പെർഫോമൻസ് എടുത്ത് പറയണം. ഇതിനകത്ത് പാസ്റ്റ് കാണിക്കുന്നുണ്ട്, പ്രസന്റ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഗെറ്റപ്പുകൾ 2 ഗെറ്റപ്പിൽ വരുന്നുണ്ട്, മേക്ക് ഓവർ ഉണ്ട്, ഇതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് പെപ്പയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, ആ ക്യൂട്ട്നെസ് ഒക്കെ ഇഷ്ടപ്പെടും. പുള്ളിയുടെ ഒരു ഫാമിലി ഓഡിയൻസിനെയൊക്കെ പിടിച്ചിരുത്താൻ മാത്രം പോകുന്ന പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ പെപ്പയുടെ മകളായിട്ട് അഭിനയിച്ച ജസ് സീജൻ കുഞ്ഞി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തത്. അവർക്കിടയിലെ കെമിസ്ട്രി നല്ലപോലെ വർക്കായിട്ടുണ്ട്, അടിപൊളിയായിട്ട് ആ കുട്ടി പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുറെ കാലത്തിന് ശേഷമാണ് ഇത്രയ്ക്ക് നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു കുട്ടി താരത്തെ മലയാള സിനിമയിൽ കാണാൻ പറ്റുന്നത്. പിന്നെ ലിജോ മോൾ ആണെങ്കിലും ഇതുപോലെ നല്ല രീതിക്ക് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വില്ലനായിട്ട് എത്തിയ ഈജിപ്ഷ്യൻ അമേരിക്കൻ ആക്ടർ ആയിട്ടുള്ള മോ ഇസ്മയിലിന്റെ പെർഫോമൻസ് എടുത്ത് പറയണം, അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. പക്ഷെ സിനിമയുടെ ക്ലൈമാക്സിലുള്ള സെന്റി സാധനങ്ങളൊക്കെ വെച്ച് ആ ക്യാരക്ടറിന്റെ ഡെപ്ത് അങ്ങ് കുറഞ്ഞു പോയ പോലെയാണ് എനിക്ക് തോന്നിയത്. ഇച്ചിരി നന്മമരം സെറ്റപ്പ് പരിപാടികളൊക്കെ പിടിച്ച പോലെ തോന്നി. അപ്പൊ എനിക്കത് ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ സിനിമയിലുണ്ടല്ലോ ക്ലൈമാക്സിലൊക്കെ അടുക്കുന്ന നേരത്തേക്കൊക്കെ പെപ്പയാണ് ഹീറോ ആയിട്ട് കാണിക്കുന്നത്. ആക്ച്വലി എനിക്ക് പെപ്പയെക്കാളും കൂടുതലായിട്ട് ഇതിൽ ഹീറോ ആയിട്ട് തോന്നിയ വിജയരാഘവനാണ്. കാരണം പെപ്പയ്ക്ക് എല്ലാ ടിപ്സും കൊടുക്കുന്നതും പെപ്പയ്ക്ക് വേണ്ടി എല്ലാ എഫേർട്ടും എടുക്കുന്നു. കാരണം പെപ്പ ചെയ്ത ക്യാരക്ടറിനേക്കാൾ നന്നായിട്ട് എല്ലാ രീതിക്കും സെൻസിബിൾ ആയിട്ടുള്ള ക്യാരക്ടർ വിജയരാഘവൻ ചെയ്യുന്ന ക്യാരക്ടറാണ്. സോ പെപ്പയുടെ ആ ക്യാരക്ടറിന് ലഭിക്കുന്ന വിജയം പോലും വിജയരാഘവന്റെ ആ ഒരു ക്യാരക്ടറിന്റെ വിജയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ സൈജു കുറുപ്പിനെ പോലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്, അവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സാലു കെ തോമസ് ആണ് GOP ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ ഡിറക്ഷൻ അടിപൊളിയാന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫിയുടെ കാര്യം പറയുമ്പോഴും മൂവ്മെന്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഫ്രെയിംസ് ആണെങ്കിലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. ഈ ബോക്സിംഗ് സംഭവം ചെയ്യാന്ന് വെച്ചാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല. സ്പോർട്സ് മൂവി തന്നെ കുറച്ച് റിസ്കി ആയിട്ടുള്ള സാധനമാണ്, ബോക്സിംഗ് അതിനേക്കാൾ റിസ്കി ആയിട്ടുള്ള സാധനമാണ്. ഞാൻ പറഞ്ഞില്ലേ, ചില സമയങ്ങളിൽ നമുക്കൊരു ഇന്റർനാഷണൽ ടച്ച് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അതിന് സാലു കെ തോമസിന്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ പോലും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. പിന്നെ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത് രാകേഷ് ചെറുമടത്തിലാണ്. ഈ ബോക്സിംഗ് സമയത്തൊക്കെ ഉള്ള പല ഫാസ്റ്റ് കട്ട്സ് പരിപാടികളൊക്കെ ഉണ്ട്, നൈസായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എഡിറ്റിംഗ് എടുത്ത് പറയണം. സീരിയസ്ലി ഒരു ബോക്സിംഗ് ഒക്കെ നമ്മൾ നേരിട്ട് കാണുന്ന ആ ഒരു ഫീൽ കൊണ്ടുവരാൻ ഈ പറഞ്ഞ സിനിമാറ്റോഗ്രാഫിക്ക് ആണെങ്കിലും എഡിറ്റിങ്ങിനാണെങ്കിലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ ടെക്നിക്കലി നല്ല വർക്കാണ്, അടിപൊളി വർക്കാണ്, നല്ല കഴിവുള്ള ഡയറക്ടറാണ്. പക്ഷെ സ്ക്രിപ്റ്റ് പാളിപ്പോയി. ഒരു സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറെ കൂടി നോക്കിയും കണ്ടും എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ള സംഭവങ്ങളൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടുന്ന വിധത്തിൽ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ഓഡിയൻസിലേക്ക് എത്തിച്ചിരുന്നുവെങ്കിൽ ആ സ്ക്രിപ്റ്റ് നന്നാവുമായിരുന്നു, കുറെ കൂടി നല്ല എക്സ്പീരിയൻസ് കിട്ടും. എന്നാലും 1 ടൈം വാച്ചബിൾ ആയിട്ടുള്ള മൂവിയാണ്. ഈ സ്പോർട്സ് മൂവിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സിനിമ കുറെ കൂടി എൻജോയ് ചെയ്യാൻ പറ്റും.